വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ പശ്ചിമബംഗാളിൽ വൻ സംഘർഷം. പുറത്തുനിന്നെത്തിയ സംഘം ആർജിക്കർ ആശുപത്രി അടിച്ചു തകർത്തു. പോലീസിനും പ്രതിഷേധക്കാർക്കും നേരെ ഗുണ്ടാക്രമണമുണ്ടായി. അതേസമയം ഡോക്ടറുടെ കൊലപാതകത്തിൽ അന്വേഷണം CBI ഏറ്റെടുത്തിട്ടുണ്ട്. വിശദാംശങ്ങളുമായി സിബി ജോസഫ് ചേർന്നു ദില്ലിയിൽ നിന്നും. സിബി, ഇന്നലെ മാതാപിതാക്കൾ വലിയ ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയിരുന്നു. വനിതാ ഡോക്ടറുടെ, അതായത് അവരുടെ മകളുടെ മൃതദേഹത്തിൽ കൂട്ടമാനഭംഗത്തിന് ഇരയായി എന്നതിൻ്റെ കൃത്യമായ തെളിവുകളുണ്ട് എന്ന വലിയ ഒരു പരാതിയാണ് മാതാപിതാക്കളുടെ ഭാഗത്തുണ്ടായത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അന്വേഷണം CBIക്ക് വിട്ടതും. പ്രതിഷേധം എങ്ങനെ പുരോഗമിക്കുന്നു, മറ്റു വിശദാംശങ്ങൾ കൂടി. വിനീഷ, ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് ഇത്തരത്തിൽ ഈ ഒരു വലിയ പ്രതിഷേധത്തിന് നേരെ അക്രമികൾ അക്രമം അഴിച്ചുവിട്ടത്. അതായത് കൊൽക്കത്തയിലെ സർക്കാർ മെഡിക്കൽ കോളേജിലെ വനിതാ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ രാജ്യവ്യാപകമായ പ്രതിഷേധം കഴിഞ്ഞ 6 ദിവസമായി തുടരുകയാണ്. ഭാഗമായി ഇന്നലെ അർദ്ധരാത്രിയിൽ RGKR മെഡിക്കൽ കോളേജിലെ അർദ്ധരാത്രിയിൽ നടത്തിയ പ്രതിഷേധ സമരത്തിലാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗത്ത് നിരവധി മെഡിക്കൽ വിദ്യാർത്ഥികൾ പങ്കെടുത്തിരുന്നു. ഈ രാത്രിയെ വീണ്ടെടുക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു പൊതുയിടങ്ങളിൽ സ്ത്രീ സുരക്ഷ ആവശ്യപ്പെട്ടുള്ള ഈ ഒരു പ്രതിഷേധം. എന്നാൽ ആ സമരത്തിനിടെ മെഡിക്കൽ കോളേജ് ക്യാമ്പസിലേക്ക് ഒരു സംഘം അതിക്രമിച്ചു കയറുകയും പിന്നീട് അക്രമം അഴിച്ചുവിടുകയുമായിരുന്നു. അക്രമികൾ സമരക്കാരെ ആക്രമിക്കുകയും സമരപന്തൽ അടിച്ചു തകർക്കുകയും ചെയ്തു. മാത്രമല്ല 2 പോലീസ് ജീപ്പുകളും ബൈക്കുകളും നിരവധി വാഹനങ്ങളും കത്തിച്ചു. അങ്ങനെ പോലീസ് നേരെ കല്ലെറിഞ്ഞോടെ പിന്നീട് പോലീസ് കണ്ണീർ വാതകം പ്രയോഗിക്കുകയായിരുന്നു. എന്തായാലും 40-ലധികം വരുന്ന സംഘമാണ് ഈ ഇത്തരത്തിൽ സമരക്കാരെയും പോലീസിനെയും ആക്രമിച്ചതെന്ന് പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ദൃക്സാക്ഷികൾ പറയുന്നു. എന്തായാലും സംഭവത്തിൽ ഇപ്പോഴും അന്വേഷണം പുരോഗമിക്കുകയാണ്. അതേസമയം തന്നെ ഈ സമരത്തെ അടിച്ചമർത്താൻ വേണ്ടി തൃണമൂൽ പ്രവർത്തകരാണ് അക്രമം അഴിച്ചുവിട്ടതെന്ന് BJP ആരോപിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ സംഭവത്തിൽ CBI ഈ അന്വേഷണം ഏറ്റെടുത്ത CBIയുടെ അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഇന്നും CBI സംഘം RGKR മെഡിക്കൽ കോളേജിലെത്തി പരിശോധന നടത്തി വരികയാണ്. അതേസമയം തന്നെ കുറ്റവാളികൾക്ക് വധശിക്ഷ ലഭിക്കുന്നതുവരെ പോരാടുമെന്ന്, നിയമപരമായ പോരാട്ടം നടത്തുമെന്ന് കൊല്ലപ്പെട്ട വനിതാ ഡോക്ടറുടെ പിതാവ് ഇന്നും പ്രതികരിക്കുകയും ചെയ്തു. എന്തായാലും ഈ ഒരു സംഭവത്തിൽ രാജ്യവ്യാപകമായ പ്രതിഷേധം ഇന്നും എല്ലാ മെഡിക്കൽ കോളേജുകളിലും ഈ ജൂനിയർ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ നടന്നു വരികയാണ്. വിനിഷ. ശരി, സിബി ജോസഫാണ് വിശദാംശങ്ങൾ നൽകിയത്.